കോഴിക്കോട് ഒരു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തു നിന്നും KB ശ്രീധരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. സാമഗ്രികളുടെയൊക്കെ വിതരണം ആരംഭിച്ചു, എങ്ങനെ പുരോഗമിക്കുന്നു? മോത്തി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങുന്നതിനുള്ള നടപടികളൊക്കെ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോളിംഗ് മെറ്റീരിയൽസ് എല്ലാം പാക്ക് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. ഏതാണ്ട് 2800-ലധികം ബൂത്തുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇതിലേക്ക് വേണ്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെ ഓരോ കൗണ്ടറിൽ ചെന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് തരംതിരിച്ച് അവരവർക്ക് വേണ്ട ബൂത്തിലേക്ക്, അവരവർക്ക് ഡ്യൂട്ടിയുള്ള ബൂത്തുകളിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുന്നുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 26 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഇതിനുവേണ്ടി ഏതാണ്ട് 2837 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലേക്കുള്ള എല്ലാ സാധനങ്ങളും പോളിംഗ് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. ഏതായാലും അതിനുള്ള നടപടികളൊക്കെ, ഈ വിതരണത്തിലുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെത്തി രേഖകളെല്ലാം പരിശോധിച്ച് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. ഇവരെ അതത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 1000-ലധികം ബസ്സുകൾ, വാഹനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളിലെല്ലാം തന്നെ GPS ഘടിപ്പിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയിലായിരിക്കും ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ ബൂത്തുകളിലേക്ക് എത്തിക്കുക. അതിനുള്ള നടപടികളൊക്കെ കൃത്യമായിട്ട് പുരോഗമിക്കുന്നു. ഏതായാലും കുറ്റമറ്റ രീതിയിൽ ഈ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവമായി പറയുന്ന ഈ വോട്ടെടുപ്പ് കൃത്യമായി നടത്തുന്നതിന് വേണ്ടി, കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇതിപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിന്റെ കേന്ദ്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മണ്ഡലത്തിന്റെ അപ്പുറത്ത് പോളിടെക്നിക് കോളേജിൽ നടക്കുന്നുണ്ട്. എന്തായി ഒരുക്കങ്ങളൊക്കെ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. പോളിംഗ് ടീം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് കഴിയുന്ന മുറക്ക് ഏത് ബൂത്തിലേക്കാണ് ഡ്യൂട്ടി? എങ്ങനെയാണ് ഡ്യൂട്ടി? ഇവിടെയാണോ അതോ വേറെ ബൂത്തിൽ? അല്ല, ബൂത്തിലേക്കുള്ള സപ്ലൈ ചെയ്യുന്ന ഇവിടെ അതിന്റെ കൊടുത്തു തുടങ്ങിയോ? നമ്മൾ വോട്ടിംഗ് മെഷീൻ തുടങ്ങാൻ അറ്റൻഡൻസ് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വോട്ടിംഗ് നടക്കുന്നുണ്ട്, PVC നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോളിംഗ് ടീം എത്തുന്ന മുറക്ക് സാധനങ്ങൾ കൊടുക്കും. എന്തായാലും എല്ലാം സെറ്റാണ്? എല്ലാം സെറ്റാണ്, എല്ലാം ക്ലിയർ ആണ്. ഇനി പോളിംഗ് ടീം എത്തുന്ന മുറയ്ക്ക് സാധനങ്ങൾ കൊടുത്താൽ മാത്രം മതിയാവും. എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. വണ്ടികളൊക്കെ എങ്ങനെയാ? ആളുകൾ അതിന് റൂട്ട് ഓഫീസർ ഉണ്ട്, എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ട്രാൻസ്പോർട്ടിംഗ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. എല്ലാം അതിന് പോലീസ് സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. GPS ഉൾപ്പെടെയുണ്ട്. ഏതായാലും പോളിംഗ് ഈ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് കേട്ടത്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇപ്പോൾ അതിൻ്റെ മോക്ക് പോളിംഗ് പോലുള്ള ഈ മെഷീൻ്റെ പ്രവർത്തനമൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്താണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ നൽകുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരെല്ലാം സെറ്റാണ്. പോളിംഗ് സാമഗ്രികൾ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം, പോളിംഗിനുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിതരണം ആരംഭിക്കും. KB ശ്രീധരനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.